ഹായ്, ഞങ്ങളിന്ന് പുതിയൊരു വീഡിയോയുമായിട്ട് എത്തിയിട്ടുണ്ടേ. ഇന്ന് ഞങ്ങളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് നമ്മുടെ മത്തി അച്ചാറാണ്. അപ്പം നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് മത്തി, കുഞ്ഞു മത്തിയാണേ, മത്തി നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരമണിക്കൂർ അതിൽ പിടിക്കാനായിട്ട് വെക്കുക. അതിനുശേഷം ഒരു പാൻ ഇതുപോലെ വെച്ച് ചൂടാക്കി അതിലേക്ക് ഈ മത്തിയിട്ട് നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കാം. ഇത്രയും മത്തിയല്ല, നമ്മൾ ആദ്യം കുറച്ച് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം സ്വല്പം മാറ്റി വെച്ചിരുന്നതാണേ. നമുക്ക് മത്തി ഒന്ന് വറുത്ത് കോരി എടുക്കാവേ. നമ്മുടെ മത്തി ഒരു വശം മൂത്ത് നമ്മൾ അടുത്ത വശം ഒന്ന് തിരിച്ചിടുവാണേ. രണ്ട് വശവും മൂക്കണമല്ലോ. നമ്മുടെ മത്തി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാമേ. മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ സ്വല്പം എണ്ണ ഒഴിക്കുക. എണ്ണയൊന്ന് ചൂടാകട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കടുക് ഇടുക. കടുക് പൊട്ടിത്തീരുമ്പോഴേക്കും അതിനകത്തിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇടുക. തീ ഒന്ന് കുറച്ചേക്കണേ. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറുമ്പോഴേക്കും അതിനകത്തിലേക്ക് സ്വല്പം കായം ഇടുക. അതിനുശേഷം വീണ്ടും അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. രണ്ടും ഒരു സ്വല്പം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇനി അതിനകത്തിലേക്ക് സ്വല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഉലുവാപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം മുളക് പൊടിയും ഉലുവാപ്പൊടിയും നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കുക. ചൂടായതിന് ശേഷം അതിലേക്ക് സ്വല്പം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളകി നമ്മുടെ അരപ്പ് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് കുറുകി വരുമ്പോൾ, ഇച്ചിരൂടെ ഒന്ന് കുറുകാനുണ്ട്. ഇച്ചിരൂടെ ഒന്ന് കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ. അരപ്പ് നന്നായിട്ട് തിളച്ച് കുറുകി പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ മത്തിക്കുട്ടന്മാരെ ചേർക്കാൻ പോവുകയാണേ. ആദ്യം കുറച്ചൊന്നിട്ടു, അതൊന്ന് ഇളക്കി. അതിനുശേഷം ബാക്കിയുള്ളവരെ കൂടെ അതിനകത്തിലേക്ക് ഇട്ടു. നന്നായിട്ട് ഇളക്കി അരപ്പെല്ലാം വറുത്ത് വച്ചിരിക്കുന്ന മത്തിയെ പിടിക്കണേ. നന്നായിട്ട് ഇളക്കി അരപ്പെല്ലാം അതിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണേ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ മത്തി പൊടിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ചെറുകെ പതുക്കെ വേണം ഇളക്കാനേ. നമ്മൾ ആദ്യം മത്തിക്ക് ഉപ്പിട്ട് ഇളക്കി വെച്ചാണ് വറുത്തത്. പിന്നെ സ്വല്പം കൂടെ ഉപ്പ് വേണം, അതുകൂടെ ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി
നമ്മൾ ഈ അച്ചാറിനകത്തിൽ പുളി, മത്തിക്ക് നമ്മൾ പുളി ചേർത്തിട്ടില്ല. പകരം നമ്മൾ സ്വല്പം വിനാഗിരി ചേർക്കുകയാണേ. വിനാഗിരിയുടെ ഉപയോഗം ഇന്നലത്തെ അച്ചാറിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ സ്വല്പം വിനാഗിരിയും കൂടെ ചേർത്ത്, ഇത് കേടാകാതിരിക്കാൻ വേണ്ടിയാണേ. നന്നായിട്ടൊന്ന് ഇളക്കി തീ കുറച്ച് ഒന്ന് ചൂടാകാനായിട്ട് വെക്കുക. ഇപ്പം മത്തി ഒരുപാട് കിട്ടുന്ന സമയമല്ലേ, എല്ലാവരും ഇതുപോലെ വീട്ടിൽ മത്തി വാങ്ങിക്കുമ്പം കുറച്ച്, ഞങ്ങളിപ്പോൾ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ, അതുപോലെ നിങ്ങളും കുറച്ചെടുത്ത് ഇതുപോലൊന്ന് അച്ചാറിട്ട് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്കിനിയും കാണാം. ഓക്കെ, ബൈ.